ഞാനിപ്പോഴാണ് കുളിച്ച് വന്നത്. കുളിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യാന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും ഒരു കുരു. ഇത് കുറച്ച് ദിവസമായിട്ട് വന്നിട്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല. എങ്ങനെയോ വന്നു. എനിവേ ഞാൻ കുളിച്ച് വന്ന ആദ്യം തന്നെ ചെയ്യുന്നത് ആ സ്കിന്നിലുള്ള വെള്ളം അബ്സോർബ് ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഹൈലറോണിക് ആസിഡ് സീറം അപ്ലൈ ചെയ്യും കേട്ടോ. റിവിറ്റലിഫ്റ്റിൻ്റെ ഹൈലറോണിക് ആസിഡ് സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഹൈഡ്രേഷനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നൊരു ടൈപ്പ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഡ്രൈനെസ് എനിക്ക് സ്കിന്നിനെ ഡാമേജ് ആക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ആസിഡാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്ത് അപ്പം തന്നെ അതിന് മുകളിൽ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇതാണ് മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് ഇത് ഡോക്ടർ ഷേദിൻ്റെ കേസർ ആൻഡ് കോജിക് ആസിഡാണ് കേട്ടോ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ള മോയ്സ്ചറൈസേഷന് വേണ്ടി ഇട്ടിട്ടുള്ള ഹൈലറോണിക് ആസിഡിനെ ഇത് ലോക്ക് ചെയ്യും. ഓക്കെ, കൂടുതൽ നമുക്ക് ഡബിൾ ലോക്ക് കിട്ടും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കഴുത്തിനും അപ്ലൈ ചെയ്യും കേട്ടോ. കഴുത്തിൽ എപ്പോഴും നമ്മൾ മുകളിലോട്ട് അപ്വേർഡ് മോഷനിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് മേക്കപ്പ് ഒന്നുമല്ല, ഇത് സ്കിൻ കെയർ ആണ്. ഇതറിയാത്തവർ ഇനി അതിൻ്റെ അടിയിൽ വന്നിട്ട് മേക്കപ്പ് ഇടുന്ന എന്തിനാണെന്ന് ചോദിക്കേണ്ട. ദിസ് ഇസ് ദ സ്കിൻ കെയർ ദാറ്റ് യു ആർ കെയറിങ് യുവർ സ്കിൻ. മനസ്സിലായില്ലേ? യൂസിങ് ഹ്യൂമക്റ്റൻ്റ് ആൻഡ് ഓൾ. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. എൻ്റെ അണ്ടർആം റോൾ ഓൺ കെമിസ്റ്റഡ് പ്ലേയുടെ ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അക്വ ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വല്ല ഫ്രഷായിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യട്ടെ, നമ്മൾ എപ്പോഴും ക്ലീനായിട്ട് നടക്കട്ടെ. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ കയ്യിൽ തീർന്ന ഒരു ബോട്ടിലും കൂടെ ഉണ്ട്. മുമ്പ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല സാധനമാണ്. ഭയങ്കര നല്ല സ്മെല്ലാണ്. ഒരു ഫ്രഷ് അക്വ സ്മെല്ലില്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് അക്വ ബേസ് ചെയ്തിട്ടുള്ള സ്മെല്ലൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ അക്വ സ്മെല്ലുള്ള പെർഫ്യൂംസാണ് ഞാൻ അധികവും എന്താ പറയുക യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാറ്. കാരണം അതെനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ബോട്ടിലല്ല, ഇതെൻ്റെ ഒരു അതിൻ്റെ മൂടി കാണില്ലല്ലോ. അയ്യോ, വെയിറ്റ്, ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു തവണ ഞാനിതെടുത്ത് കൊണ്ടുവച്ചു, എന്നിട്ട് ഞാൻ തന്നെ തട്ടി താഴെ ഇട്ടു. എല്ലാം കൂടെ താഴെ പോയി മറഞ്ഞു. എന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോയി. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിവിടെ ഇരിക്കുക. എൻ്റെ കയ്യിലിപ്പോൾ കാണുന്നതാണ് എൻ്റെ കൊളാജിൻ പൗഡർ. കൊളാജിൻ എന്താണ്? കൊളാജിൻ ആക്ച്വലി നമ്മുടെ സ്കിന്നിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മളുടെ പ്രായം കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ സ്കിന്നിൽ കൊളാജിൻ പ്രൊഡക്ഷൻ കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൊളാജിൻ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് കുറയുന്നതുകൊണ്ട് സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള റിങ്കിൾസ് ഒക്കെ കുറയും. അതുപോലെ സ്കിന്നിന് ഡ്രൈനെസ് ഒക്കെ കുറയും. എൻ്റെ സ്കിന്നിന് ഭയങ്കര ഡ്രൈ ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഇത് ഒക്കെ വരുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ ഈ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒരു ബോട്ടിലല്ല, ഇതിനെന്താ പറയുക, ഗ്ലാസ് ജാർ അതിനകത്തോട്ട് ഞാൻ 2 സ്കൂപ്പ് ഇതിടും കേട്ടോ. 2 സ്കൂപ്പ് ഞാനിതിടും, കണ്ടില്ലേ? അതിന് ശേഷം ഇതിനകത്തൊരു ഗ്ലാസ് ജാറുണ്ട്, അല്ല ഗ്ലാസ് ദണ്ടുണ്ട്, എന്താ പറയുക, ഗ്ലാസ് റോഡ് സ്ട്രോ, ഗ്ലാസ് സ്ട്രോ അല്ലേ, അതുണ്ട്. പല സാധനങ്ങൾക്കും വാക്കുകൾ, വൊക്കാബുലറി എനിക്കില്ല. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നല്ലേ പിച്ചുമ്പോഴേ. ഞാനിങ്ങനെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ലംസും കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനിത് ഷെയ്ക്ക് ചെയ്ത് ലംസൊക്കെ കളയുന്നവരെ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടേയിരിക്കും.
ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് കുടിക്കും. ഒറ്റയടിക്ക് കുടിക്കില്ല, ഞാൻ മെല്ലെ മെല്ലെ കുടിക്കും. കാരണം ഇത് മൈൽഡ് ടേസ്റ്റൊക്കെ തന്നെയാണെങ്കിലും ഒറ്റയടിക്ക് കുടിക്കാൻ എനിക്ക് പറ്റാറില്ല. എനിക്ക് നല്ലോണം കുടിക്കാനാണ് ഇഷ്ടം. അത് പറഞ്ഞപ്പോഴാണ് ഈ ഹൈലറോണിക് ആസിഡ് സീറോ ഇടുന്നത് സ്കിന്നിൽ ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ വേറൊരു സാധനമുണ്ട്. സ്കിന്നിൽ എവിടെയെങ്കിലും പാടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണുമ്പോൾ എനിക്കിവിടെ കുറേ കുരു വന്ന പാടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ കുരു ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാട് വരും. അപ്പോൾ ഈ പാടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നയാസിനമൈഡ്. അതായത് ഇത് റൈസ് വാട്ടറും നയാസിനമൈഡും കൂടെയുള്ള പ്ലമ്മിൻ്റെ ഒരു മിക്സ്ചറാണ്. ഞാൻ കൈ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാവേ. നിങ്ങൾ തന്നെ കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആവുകയും ചെയ്യും, അതേ സമയത്ത് ഒരു ഹൈഡ്രേഷനും തരുവേ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തുള്ള പാടുകളെല്ലാം തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറും. കുരു വന്ന് പോയിട്ടുള്ള പാടുണ്ട്, അത് മാറും. കുരു വന്നാൽ പൊട്ടിക്കരുത്. കുരു വന്നിട്ട് പൊട്ടിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ആൾക്കാർക്ക് ഈ പാട് കുറേ കാലം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കുളിച്ച് കഴിഞ്ഞാലുള്ള ഇത് നമ്മളിത് കുടിക്കും. തായൊക്കെ അല്ലെങ്കിൽ പൊട്ടും, കാരണം ഇത് ഗ്ലാസ്സാണ്. ചുമ്മാ എന്തിനാ പൊട്ടിച്ചിട്ട്. അപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിൻ്റെ പേരാണ് കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ? മാക്കം എന്ന പെൺ തെയ്യം. ഇത് എഴുതിയിരിക്കുന്നത് അംബികാസുൻ മാങ്ങാട്ടാണ്. ഞാൻ മാഷിൻ്റെ വലിയൊരു ഫാനാണ്. മാഷിൻ്റെ കുറേ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തതും മാഷ പുസ്തകമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അല്ലോഹൽ എന്ന് പറയുന്നൊരു നോവലാണ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിന് സെയിം ടൈം ഞാൻ മാതൃഭൂമിയുടെ പുതിയ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വായിക്കണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് റീഡിങ് എക്സ്പീരിയൻസ് റീഡിങ് സ്വഭാവം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തെ പറ്റിയൊക്കെ പറയട്ടോ, നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. എനിവേ, ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിച്ച പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഇപ്പോൾ ഈ വീഡിയോയുടെ അടിയിലിടാം, ആൾക്കാർക്കൊക്കെ ഉപകരിക്കപ്പെട്ടോട്ടെ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ. ഇതിൽ കാണാൻ പറ്റുന്നു ടാഗ് ചെയ്താൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.